കൃഷിജാഗരൺ കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. റംസാൻ വിഷു ചന്തകൾ തുടങ്ങുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. കൊക്കോ വിലയിൽ കുതിപ്പ് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ആഘോഷങ്ങൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് തുടങ്ങാനിരുന്ന റംസാൻ വിഷു ചന്തകൾ തുടങ്ങുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. 3 ആഴ്ച മുമ്പാണ് കൺസ്യൂമർ ഫെഡ് റംസാൻ വിഷു ചന്തകൾക്ക് അപേക്ഷ നൽകിയത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചന്തകൾക്ക് അനുമതി നൽകിയിരുന്നില്ല. സഹകരണ ബാങ്കുകളുടെ 280ഓളം ചന്തകൾ സംസ്ഥാനത്തുടനീളം ഒരുക്കാനായിരുന്നു പദ്ധതി. അതേസമയം ചന്തകൾ നിർത്തിവെക്കാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്കെതിരെ സംസ്ഥാനം കേരള ഹൈക്കോടതി മുൻപാകെ സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കൺസ്യൂമർ ഫെഡിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ 77 താലൂക്ക് കേന്ദ്രങ്ങളിലും എല്ലാ ത്രിവേണി സ്റ്റോറുകളിലും ചന്തകൾ തുടങ്ങാനായിരുന്നു മുൻപേ തീരുമാനിച്ചിരുന്നത്. കൊക്കോ കർഷകരുടെ പ്രതീക്ഷകൾ ആവോളമുയർത്തി മാർക്കറ്റിൽ കൊക്കോ വില കുതിപ്പ് തുടരുന്നു. ഈ വർഷം പച്ച കൊക്കോ ബീൻസിന്റെ വില വർഷാവർഷം ഏതാണ്ട് 5 ഇരട്ടി വർദ്ധിച്ചു. അതേ കാലയളവിൽ ഉണങ്ങിയ കൊക്കോ ബീൻ വില 3 ഇരട്ടിയിലധികം വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം കൊക്കോ ഉണക്ക ബീൻസിന് കിലോയ്ക്ക് 180 മുതൽ 210 രൂപയായിരുന്നത് ഉയർന്ന് 800 മുതൽ 850 രൂപയായി. 1 കിലോ പച്ച ബീൻസിന് കഴിഞ്ഞ വർഷം 60 രൂപയായിരുന്നെങ്കിൽ ഇന്നത് 200 മുതൽ 250 രൂപയായി. ആഗോള കൊക്കോ ഉൽപാദനം ഏകദേശം 11% കുറഞ്ഞത് ആഗോള വിപണിയിൽ ചരക്കുകളുടെ വിലയിൽ കുത്തനെ വർധനവിന് കാരണമായതാണ്. ഇത്തരത്തിൽ വില വർധനവിന് കാരണം മുൻനിര കൊക്കോ ഉൽപാദകരായ ഐവറി കോസ്റ്റിൽ ലഭ്യത കുറവായതാണ് ആഗോള മാർക്കറ്റിൽ വില കുതിച്ചുയരാൻ കാരണമായത്. ചോക്ലേറ്റിലെ പ്രധാന ഘടകമായ കൊക്കോ ബീൻസിന്റെ വില ഗണ്യമായി വർദ്ധിച്ചതോടെ ചോക്ലേറ്റുകളുടെ വിലയിലും വർധനവുണ്ടായി. ഇന്ത്യയിൽ 1 കിലോ കൊക്കോ ബീൻസിന്റെ വില ഏകദേശം 150 മുതൽ 250 രൂപ വരെയാണ്. ഇത് 800 രൂപയായി ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ. ഈസ്റ്ററിന് മുൻപ് 750 രൂപയിൽ എത്തിയിരുന്ന കൊക്കോ വില അവധി കഴിഞ്ഞ് വിപണികൾ സജീവമായതോടെയാണ് വീണ്ടും ഉയർന്നത്. ലോക വിപണിയിൽ ചോക്ലേറ്റിന് വൻ ഡിമാൻഡ് ഉള്ളതിനാൽ വിലവർധന തുടരാനാണ് സാധ്യത. കേരളത്തിൽ വേനൽ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വേനൽ മഴ എത്തുമെന്ന പ്രവചനവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 6 ജില്ലകളിലാണ് വേനൽ മഴ എത്തുക. നാളെ ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലും 11-ാം തീയതി ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. 12-ാം തീയതി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വേനൽ മഴ എത്തുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 0.5 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് റമദാൻ വിഷു ആഘോഷങ്ങൾക്ക് മുൻപായി ക്ഷേമ പെൻഷൻ ഇന്ന് വിതരണം തുടങ്ങും. 6 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്ന പെൻഷൻ തുകയിൽ 2 മാസത്തെ തുകയാണ് ഇന്ന് നൽകുക. ഇതോടെ ഇനി 4 മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായി അവശേഷിക്കുക. 3200 രൂപ വീതം ഇന്ന് വിതരണം തുടങ്ങുന്ന സാഹചര്യത്തിൽ 62 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് പണം ലഭിക്കുക. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ മുഴുവൻ ആളുകൾക്കും വരുന്ന ആഘോഷങ്ങൾ കണക്കിലെടുത്ത് പണം എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കഴിഞ്ഞ മാസം 1 ഗഡു ലഭിച്ചിരുന്നു. ഇനി 4 മാസത്തെ പെൻഷനായ 6400 രൂപയാണ് ലഭിക്കാനുണ്ടാവുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും പണം വിതരണം നടത്തും. 6.88 ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട്. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.